നമസ്കാരം. ചെങ്കടലിനെ ചോരക്കളമാക്കി ഇറാനിയൻ പട. അമേരിക്കയെയും ഇസ്രായേലിനെയും ഇറാൻ കത്തിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കും യുദ്ധഭീഷണികൾക്കും മുന്നിൽ ഒരിട പോലും നിന്നുകൊടുക്കുവാനോ ഒരടി പോലും പിന്നോട്ട് പോകുവാനോ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി രംഗത്തെത്തിയിരിക്കുന്നു. ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ നിന്നും ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ് ടി വിയിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിലൂടെയും പുറത്തുവിട്ട പ്രസ്താവനകളിലാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. അമേരിക്കയുമായി നിലനിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിന് മുൻപായിട്ട് ഇറാൻ ഒരു പ്രധാന വ്യവസ്ഥ മുന്നോട്ട് വെച്ചു. ലബനെതിരെയുള്ള ഇസ്രായേലിൻ്റെ സൈനിക ആക്രമണങ്ങൾ പൂർണ്ണമായിട്ടും നിരുപാധികം അവസാനിപ്പിക്കണമെന്നാണ് മുജ്തബ ഖമേനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അധിനിവേശ നീക്കങ്ങൾക്ക് തടയിടാതെ അമേരിക്കയുമായിട്ട് യാതൊരുവിധ ഒത്തുതീർപ്പിനും ഇല്ലെന്ന ശക്തമായിട്ടുള്ള സന്ദേശം കൂടി മുജ്തബ ഖമേനിയുടെ ആ വാക്കുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മേഖലയിൽ ഈ ഇസ്രായേൽ ശക്തികൾക്കെതിരെ പോരാടുന്ന ലെബനനിലെ ഹിസ്ബുള്ളയെ ഖമേനി പരസ്യമായിട്ട് പിന്തുണയ്ക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ അധിനിവേശത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഹിസ്ബുള്ളയെ അദ്ദേഹം വാനോളം പുകഴ്ത്തുകയാണ്. ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്ക് വിമോചനത്തിൻ്റെ ദീപസ്തംഭമായി നിലകൊള്ളുന്നത് ഹിസ്ബുള്ളയുടെ ഉറച്ച പ്രതിരോധമാണ് എന്ന് പറയപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പരമ്പര പോസ്റ്റുകളിലൂടെയാണ് ഖമേനി ഇറാൻ്റെ നയം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ദ്രോഹപരമായിട്ടുള്ള ആക്രമണങ്ങൾ തടയുന്നതിനൊപ്പം തന്നെ ലെബനൻ്റെ പ്രാദേശിക സമഗ്രതയും പരമാധികാരവും സംരക്ഷിക്കുക എന്നത് ഇറാൻ്റെ പ്രധാന മുൻഗണനയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മുജ്തബ ഖമേനി ലെബനൻ്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ ഇറാൻ കൈകെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇതിലൂടെ നൽകുകയാണ്. ഇറാൻ്റെ ദീർഘകാല നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഹിസ്ബുള്ളയ്ക്കുള്ള ഇറാൻ്റെ പിന്തുണ ഒരു സാധാരണ രാഷ്ട്രീയ തീരുമാനമല്ലെന്ന് ഖമേനി ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഇതൊരു തന്ത്രപരമായിട്ടുള്ള ഉത്തരവാണ് എന്നാണ് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ അന്തരിച്ച നേതാക്കളുടെ അടിസ്ഥാന നയങ്ങളിൽ വരുന്നിയ ഒന്നാണിത് എന്നാണ് മുജ്തബ ഖമേനി പറഞ്ഞു വെക്കുന്നത്. യാതൊരു ബാഹ്യ സമ്മർദ്ദത്തിനും വഴങ്ങി ഈ പിന്തുണ പിൻവലിക്കില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കൻ സഖ്യത്തിൻ്റെയും ഒക്കെ സൈനിക നീക്കങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വഴങ്ങാത്ത പാറ എന്നാണ് ഹിസ്ബുള്ളയെക്കുറിച്ച് ഖമേനി വിശേഷിപ്പിച്ചത് പോലും. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആഗോള അഹങ്കാരത്തിൽ നിന്ന് മോചനം തേടുന്ന ലോകമെമ്പാടുമുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യം വലിയ പ്രചോദനമായി മാറിയെന്ന് ഇറാനിൽ നിന്ന് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കടുത്ത ദുരിതം അനുഭവിക്കുന്ന ലെബനൻ ജനതയ്ക്ക്, പ്രത്യേകിച്ച് തെക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഖമേനി നന്ദിയും ആദരവും അറിയിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിരോധശേഷിയും ക്ഷമയും അറ്റമില്ലാത്ത ത്യാഗങ്ങളുമാണ് ലെബനൻ മണ്ണിൽ അധിനിവേശ ശക്തികൾക്കെതിരെ നേടിയെടുത്തിട്ടുള്ള ഓരോ സുപ്രധാന വിജയങ്ങൾക്ക് പിന്നിലും ഇത് ഈ ആൾക്കാരുടെ ശക്തിയാണ് അല്ലെങ്കിൽ പിന്തുണയാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ അമേരിക്കയുടെ ചതിപ്രയോഗങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് ഖമേനി വിമർശിച്ചതുപോലും. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചില ചട്ടക്കൂട് കരാറുകൾ മുൻപുണ്ടായിരുന്നുവെങ്കിലും അമേരിക്ക നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒപ്പിന് യാതൊരു വിലയുമില്ല എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. മുൻപുണ്ടാക്കിയ കരാറുകൾ അത് ലംഘിച്ച് അമേരിക്ക എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമായി, ഒരു ശത്രുവായി മാറിയെന്ന് കൂടി അവർ തുറന്നു പറയുന്നുണ്ട്. ഇറാൻ സ്റ്റേറ്റ് ടി വിയിലൂടെ സംപ്രേഷണം ചെയ്ത സന്ദേശത്തിൽ അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പാണ് ഖമേനി നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ശത്രു വീണ്ടും യുദ്ധം പ്രോത്സാഹിപ്പിക്കുവാനും അതിൻ്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വഹിക്കുവാനും തുനിഞ്ഞിറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഇറാൻ രാഷ്ട്രത്തിനും ചെറുത്തുനിൽപ്പിൻ്റെ അച്ചുതണ്ടിനും അമേരിക്കയെ മറക്കാനാവാത്ത പാഠങ്ങൾ പഠിപ്പിക്കുവാൻ കഴിയുമെന്നവർ അറിയണമെന്നാണ് ഖമേനി കർശനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ അമേരിക്കൻ കരാർ ലംഘനങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാഗ്ദാനങ്ങളുടെ വിലയില്ലായ്മ വീണ്ടും തെളിയിച്ച പശ്ചാത്തലത്തിൽ ഇനിയൊരു ചർച്ചയ്ക്കും വഴങ്ങാതെ പോരാട്ടം ശക്തമാക്കാനാണ് ഇറാൻ്റെ നീക്കം. അപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ തലകുനിക്കാത്ത നിലപാടുകളിലൂടെയും സഖ്യസേനകൾക്ക് നൽകുന്ന ഉറച്ച പിന്തുണയിലൂടെയും മധ്യപൂർവേഷ്യൻ യുദ്ധക്കളത്തിൽ തങ്ങളുടെ വ്യക്തമായിട്ടുള്ള സ്വാധീനവും ആധിപത്യവും ഉറപ്പിക്കുകയാണ് ഇറാൻ പട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ചെങ്കടലിനെ അടക്കം ചോരക്കളമാക്കാൻ പോകുന്ന വലിയൊരു ഇറാനിയൻ പട സജ്ജമായിരിക്കുന്നു, ഒരുങ്ങി നിൽപ്പാണ്. ഏത് സമയം വേണമെങ്കിലും അമേരിക്കയും ഇസ്രായേലിനെയും കത്തിക്കുന്ന തരത്തിൽ ഇറാൻ ഡ്രോണുകൾ, മിസൈലുകൾ ഒക്കെ സജ്ജമാണ് എന്നതാണ്. ഏത് സമയമാണെങ്കിലും ഇനിയൊരു യുദ്ധത്തിൻ്റെ മുറവിളി എന്ന് പറയപ്പെടുന്നത് ഇസ്രായേലാണ് അത് ആരംഭിക്കുന്നതെങ്കിൽ ഇസ്രായേലിൻ്റെ പൊടി പോലും ഉണ്ടാകില്ല. അമേരിക്കയാണ് ആരംഭിക്കുന്നതെങ്കിൽ അമേരിക്കയും തവിട് പൊടിയാക്കുക, ചുട്ടരിക്കുക എന്നത് തന്നെയാണ് ഇറാൻ്റെ തീരുമാനമെന്ന് പറയപ്പെടുന്നത്. ഇനി ചെങ്കടലിനുള്ളിലാണെങ്കിലും കപ്പലുകളെപ്പോലും ചുട്ടരിക്കാൻ പോരുന്ന പോരാട്ടവീര്യം മാറാത്തവരാണ് ഇറാനിയൻ പട. ചോരക്കളമാക്കി മാറ്റും ചെങ്കടലിനെ എന്നുള്ള ഒരു വ്യവസ്ഥയിലേക്കും ഒരു പ്രതിജ്ഞയിലേക്കും ഇറാനിയൻ പട എത്തിയിരിക്കുന്നു.